നമ്മളെ പ്രൊഡ്യൂസർമാരല്ലേ ഇതും കൂടെ ഒപ്പം പെട്ട പൈക്കുട്ടികളുമായിട്ട് ഒന്ന് നക്കി തുടച്ചിക്കണല്ലോ. നമ്മളെ നഷ്ടക്കച്ചവടങ്ങളതാ ഈ പറഞ്ഞൊരു എന്റെ തന്ത്രം കൊളുത്താനാവില്ല. അതുകൊണ്ട് ഞാൻ നഴ്സറി സ്കൂട്ടാകും കേട്ടോ. നിങ്ങൾ പണിക്കും പോണ്ട, നിങ്ങൾ പറയാ കുത്തു ഞാൻ പൊന്നുള്ളൂ. ഇന്ത്യയിൽ മനത്തോക്കണ ഞാൻ പച്ചയിലാണ്. ഈ പച്ചയിലാണ് ചോപ്പിലാണ് ഈ കഴിഞ്ഞത് അമ്മേന്റെ മണ്ടം പറഞ്ഞു. ഇത് പിന്നെ തൂക്കി വിട്ടൊക്കെ എനിക്കറിയാം. ഇതിന്റെ വലിയ ഡയലോഗ് കളിക്കിന് ഈ നാളെ എനിക്ക് എടുത്തു തരണം. വേറെ കൂടുതലൊന്നും പറയണ്ട. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു വാഴ്ചയുണ്ടെന്നാ പേര്. നീ കണ്ടീനോ? എങ്ങനെയുണ്ട്? മക്കളെക്കാളും കൊള്ളാം. സ്വർണത്തിന് ഇപ്പൊ എന്താ വില? അതെ, ഭയങ്കര വില. അതല്ലടോ, ഇന്നത്തെ വിലയാ ചോദിച്ചു. അതിക്കാണ് തൊലക്കാ പറയണേ. അവനെന്തായാലും 10-55 എന്തായാലും ഉണ്ടാവും അല്ലേ? റേഞ്ച് എന്തായാലും ഉണ്ട്. 55 പിന്നെ ഓലെ പണിക്കൂലി പണിക്കുറവ് മറ്റേ മറച്ചു വേറെ ഉണ്ടായാലും കുറെ. ഈ ഒരു കാര്യം ചെയ്യും, ഈ കാലിക്കറ്റ് ജ്വല്ലറി പോയി അവിടെ പണിക്കൂലില്ല. മാത്രമല്ല അവരുടെ 8ാം വാർഷികം പ്രമാണിച്ച് എല്ലാ മാസം 5-ാം തീയതി നറുക്കെടുപ്പുണ്ട്. കീഴിലെ സമ്മാനങ്ങളാ. അടിപൊളിയാണല്ലോ. ഹലോ, ഞാൻ ഇവിടെ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ അർജന്റാ വരാനാ പറഞ്ഞേ. എത്തിയോ? പിന്നെ ബില്ലാട് കൊടുത്താളാ. ഞാനോ? എടാ, ഇന്റെ മോനല്ലേ, എന്റെ വാക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും. മോശമിക്കണ്ട. കാലിക്കറ്റ് ജില്ലയിലെ ഒരു സ്കീം വഴി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക്, അതായത് നിന്റെ അമ്മയ്ക്ക് ഒരു സ്വർണ്ണ ചെയിന് വാങ്ങിയിട്ടുണ്ട്. സ്വർണ്ണ ചെപ്പ് എന്നാണ് ആ സ്കീമിൻ്റെ പേര്. ഓരോ മാസവും നമ്മൾ കൊണ്ട് കഴിയുന്ന തുക അതിൽ നിക്ഷേപിച്ചാൽ അതിനനുസൃതമായിട്ട് പണിക്കൂലി ഇല്ലാതെ സ്വർണം വാങ്ങാൻ കഴിയും. ഇതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. ഉറപ്പായി മനസ്സിലായോ? അപ്പോ നാളെയാണ് അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി. അപ്പോ ഒഴിവുണ്ടെങ്കിൽ നീ ഒന്ന് വന്നിട്ട് അതൊന്ന് ഉഷാറാക്കി. എന്താ പറ്റുമോ? ആഭരണം വാങ്ങാനുള്ള സ്വപ്നം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ഡയമണ്ട് ആഭരണങ്ങളും നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങളിൽ 50% പണിക്കൂലി ഇളവ് നൽകിക്കൊണ്ട് ഡയമണ്ട് ആഭരണങ്ങളും. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ മുദ്രയുള്ള HUID സ്വർണ്ണാഭരണങ്ങൾ, AS ഹോൾമാർക്ക് ചെയ്ത ആഭരണങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കാലിക്കറ്റ് പോലെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ ചെപ്പ് പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി, നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അല്ലടാ, ഞാനേ ഇങ്ങനെ ആലോചിക്കാം, നമ്മളെ അച്ഛന്മാരൊക്കെ ഇപ്പം നല്ല വയസ്സായില്ലേ. പറയുമ്പോൾ നമുക്ക് ഓരോ വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്കായിട്ട് ഇറങ്ങിയാലോ? എന്താ ഈ പറയുന്നത്? എടാ, ഓലൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പണിക്ക് പോണ ഒരാൾക്കാരാ. ഒരു സുപ്രഭാതത്തിൽ ഓല അവിടെ പണിയൊക്കെ പാടെ നിർത്തി കഴിഞ്ഞാൽ ഓല ശരീരത്തിന്റെ അവസ്ഥ പിന്നെന്താ? അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് മാത്രാ നമ്മൾ ഈ പണിക്ക് എന്തെങ്കിലും പോയി ഊരേട്ട ഉളുക്കി കാലുളുക്കി അവിടെ കടന്നിട്ട് നമ്മളെ നോക്കണ്ട പോലെ. പിന്നെ നമ്മളൊന്നും എയിമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അല്ലേടാ, അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഈ പണിക്കൊന്നും പോണവർക്കൊന്നും നല്ല പെണ്ണ് കിട്ടുന്നത്. അത്യാവശ്യം ഉടായി പോക്കായി താടിയും മുടിയൊക്കെ നീട്ടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരെ പെണ്ണുള്ളൂ. പറ്റുകയാണെങ്കിൽ 2 പുകയും കൂടി ഇട്ടാൽ അടിപൊളി അല്ലേ? അത് നീ വന്നത് പോയിന്റാണ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാലേ നമുക്ക് ഇനി ഭാവിയുള്ളൂ. അതെ, നമ്മളിങ്ങനെയൊക്കെ ഈ ആകാശത്തെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നമ്മളെങ്ങനെ ജീവിക്കണം. എന്താണെന്ന് രാത്രിക്കത്തെ ഫുഡ്? രാവിലെ എന്താണോ അതന്നെ രാത്രി. അപ്പോൾ ചൂടാക്കി ഉപയോഗിക്കുന്ന പരിപാടിയാണല്ലേ? അതെ. അത് വേണ്ട, മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാധനം സംഘടിപ്പിക്കെങ്കിലേ അച്ചാറ് ഞാൻ സെറ്റാക്കി. ഓക്കെ, ഗ്ലാസ് ഞാൻ സെറ്റാക്കാം. സാധനം അങ്ങനെ ആരെ കിട്ടും? ആരുമില്ല, പോവാൻ നൽകിട്ട് പോകുന്നത്. ശരി, ഇന്നും നമുക്കൊരു സ്വപ്നങ്ങൾ മാത്രമായിട്ട് കിടപ്പാണ്.
അച്ഛൻ പണിക്ക് പോകാനുള്ള എല്ലാ ആരോഗ്യവും അച്ഛന് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ